അച്യുതനും ഡൽഹിയിൽ നിന്ന് തുടരുന്നു. അച്യുതൻ, പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നു നിതീഷ് കുമാറിനെ. അമിത്ഷായുടെ തന്ത്രപരമായ ഇടപെടലാണ് ബീഹാറിലെ വലിയ അട്ടിമറിക്ക് കാരണമായി. ഇതിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നിതീഷ് കുമാർ നിൽക്കുന്നതാണ് എന്നാണ് കരുതുന്നത്. രാജ്ഭവനിൽ നിന്ന് രാജി നൽകിയ ശേഷം നിതീഷ് കുമാർ പുറത്ത് എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിതീഷ് കുമാർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം, ഈ കാര്യങ്ങളിൽ സ്ഥിരീകരണം നൽകിയേക്കാം. അല്പസമയം മുൻപാണ് JDU യോഗത്തിൽ വെച്ച് അദ്ദേഹം രാജിപ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം രാജ്ഭവനിലേക്ക് പോയി രാജിക്കത്ത് കൈമാറുമെന്ന് നേതാക്കന്മാരെ അറിയിച്ചു, MLA-മാരെ അറിയിച്ചു. പിന്നീട് രാജ്ഭവനിലെത്തി രാജിക്കത്ത് കൈമാറി. ഞായറാഴ്ചയായിട്ടും ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് പാറ്റ്ന സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ രാജ്ഭവനിൽ രാജിക്കത്ത് നൽകിയ ശേഷം നിതീഷ് കുമാർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത്. പ്രധാനമന്ത്രി നിതീഷ് കുമാറിനെ അഭിനന്ദിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് നിതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ. നിതീഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. आज हमने मुख्यमंत्री से इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया। ऐसी नौबत क्यों आई ऐसी? अरे इसलिए नौबत हुई है, चल रहा था तो इसीलिए थोड़ी परेशान। आप लोग तो हमसे बहुत पूछ रहे थे, हम बीच में बंद कर दिए थे कुछ बोलना, तो हम देख रहे थे तो वही सब लोगों की राय, अपने पार्टी के लोगों की राय, चारों तरफ से राय आ रही थी, तो हमने सब लोगों की बात को सुन लिया। तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। बीजेपी साथ दे रही है आप गठबंधन को आपको छोड़ना पड़ा? नहीं, हाँ, अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, और जो नया गठबंधन 1.5 महीना से बनाए थे, 1.5 साल से, तो यहाँ पर भी जो स्थिति इधर आकर के ठीक नहीं लगी है। और जिस तरह से लोगों का दावा हो रहा था, जो इतना मेहनत किया जाता था कि वही लोग ये सब काम कर रहे हैं, वो सब जरा धीरे धीरे लोगों को खराब लग रहा था। तो इसीलिए आज हम लोगों ने दे दिया, अलग हो गए। अब आज अन्य पार्टियां एक साथ होकर के जो पहले थी वो अगर आज ही अगर तय करेगी तो आज उसके बारे में फैसला होगा, तो आप जानिएगा, अभी वेट करिए। अवसरवादी हैं भाई, हमने बता दिया कि हमको लगा करिए ना कि बीच में बहुत कुछ कहना चाह रहे थे, नहीं कुछ बोल रहे थे, हम कुछ नहीं बोल रहे थे, चारों तरफ की बात थी, कितना काम हम कर रहे थे। अब उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे, और कोई कुछ काम ही नहीं कर रहे थे, तो सबको लेकर के तकलीफ, और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था। आप सबके लिखे अभी आपको आज जो कुछ होगा तभी आप लोग रहिएगा, अभी रहिएगा, बाकी लोग आ जाएंगे और उसमें क्या लोग कहते हैं तो सबका बात सुन लीजिएगा, और उसका जो कुछ भी होगा तो भी जान लीजिएगा। हमने छोड़ दिया। നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്. അക്കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജി ഗവർണർ സ്വീകരിച്ചുവെന്ന് നിതീഷ് കുമാർ അറിയിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയെ തുടരാൻ ആവശ്യപ്പെട്ടുവെന്നും നിതീഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിതീഷ് കുമാർ അറിയിച്ചു. രാഷ്ട്രീയ നീക്കത്തിന്റെ കാരണങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ബൽറാം വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ്? ബൽറാമിലേക്ക് വരാം. നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്, ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. 18 മാസത്തിന് ശേഷമാണ് മഹാഗഠബന്ധൻ സർക്കാർ താഴെ വീഴുന്നത്. BJP നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമാകുന്നത്. ബൽറാം ഇപ്പോൾ പട്നയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് നിതീഷ് കുമാർ പറഞ്ഞത്?
വേണു, മുഖ്യമന്ത്രി നിതീഷ് കുമാർ താൻ രാജി സമർപ്പിച്ചിരിക്കുന്നു, മുൻ സഖ്യം അവസാനിപ്പിച്ചിരിക്കുന്നു, വീണ്ടും ഒരു സഖ്യം രൂപീകരിച്ചിരിക്കുന്നു എന്നാണ്. സത്യപ്രതിജ്ഞ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ സഖ്യം തകർത്തു, മഹാസഖ്യം ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. അദ്ദേഹം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മഹാസഖ്യം അവസാനിച്ചിരിക്കുന്നു, താൻ രാജി സമർപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ BJPയുമായി സീറ്റുകൾ, മന്ത്രിസ്ഥാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ധാരണയ്ക്ക് ശേഷം തന്നെയാണ് നിതീഷ് കുമാർ കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് വീണ്ടും അദ്ദേഹം രാജി സമർപ്പിച്ച് NDA സർക്കാർ രൂപീകരണത്തിനായി ഒരുങ്ങുന്നത്. നിതീഷ് രാജിവെച്ച ശേഷം മാത്രമേ പിന്തുണ കത്ത് നൽകൂ എന്ന ഉപാധി BJP ഇത്തവണ മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് നിതീഷ് കുമാർ തന്റെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. രാജി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് JDU കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാറിനൊപ്പം BJPയുടെ 2 നേതാക്കൾ ഉപമുഖ്യമന്ത്രിമാരായി ഉണ്ടാകും. സ്പീക്കർ പദവി BJPക്ക് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഈ 2 ഉപമുഖ്യമന്ത്രിമാരായി മുൻ നിതീഷ് കുമാറിന്റെ ഈ ഘട്ടത്തിലെ 2020 സർക്കാരിലെ ആദ്യഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന രേണു ദേവി, ഒപ്പം തന്നെ ഏതാണ്ട് 15 വർഷത്തോളം നിതീഷ് കുമാറിനൊപ്പം പ്രവർത്തിച്ച മുതിർന്ന നേതാവ് BJP നേതാവ് സുശീൽ കുമാർ മോദി എന്നീ 2 പേർ ഉപമുഖ്യമന്ത്രിമാരായി ഉണ്ടാകുമെന്നും 18 മന്ത്രിമാരാകും മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തുടർന്നുള്ള നീക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി വരുന്ന മണിക്കൂറിലായിരിക്കും. എന്തായാലും നിതീഷ് രാജി സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ സജീവമാകുന്നത് RJDയുടെ ക്യാമ്പ് തന്നെയാണ്. ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള കൃത്യമായ പദ്ധതി തങ്ങളുടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് RJD ക്യാമ്പ് അവകാശപ്പെടുന്നത്. അതിനായി പല നേതാക്കളുമായും JDU, BJP എന്നീ പാർട്ടികളിലെ പല അംഗങ്ങളുമായും ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി എന്നുമാണ് ഈ RJD നേതൃത്വം അവകാശപ്പെടുന്നത്. അത്തരത്തിൽ എന്താണ് ഇനി ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു സസ്പെൻസ് എന്നുള്ളതാണ് ഏറെ നിർണായകമായിരിക്കുക. കാരണം സ്വാഭാവികമായി നിതീഷ് കുമാർ രാജിവെക്കുന്ന ഘട്ടത്തിൽ, സർക്കാർ രാജിവെക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളത് RJD തന്നെയാണ്. 79 സീറ്റുകൾ RJDക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ചട്ടമനുസരിച്ച് RJDക്കാണ് സർക്കാർ രൂപീകരിക്കാൻ ആദ്യം എത്താനുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്. RJDയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കുമോ എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നിതീഷ് കുമാർ തന്നെ ആദ്യം, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിതീഷ് കുമാറിനെയോ അല്ലെങ്കിൽ 78 സീറ്റുകളുള്ള BJPയെയാണോ ഇനി എത്തുക എന്നുള്ളതും നിർണായകമാണ്. നിലവിലിപ്പോൾ രാജി സമർപ്പിച്ച ശേഷം മാത്രമേ പിന്തുണ കത്ത് നൽകൂ എന്ന ഉപാധി BJP മുന്നോട്ട് വയ്ക്കുകയും നിതീഷ് അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുകയാണ്. രാജി സമർപ്പിച്ച കാര്യം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ വസതിയിലേക്ക് നിതീഷ് മടങ്ങിയിരിക്കുകയാണ്. ഇനി ഏറ്റവും അടുപ്പമുള്ള മുതിർന്ന നേതാക്കളുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചർച്ചകൾ അത് ഏറെ നിർണായകമാണ്. സർക്കാർ രൂപീകരണം, ഒപ്പം തന്നെ ബീഹാറിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം എന്നീ 2 ചർച്ചകൾ ഒരേ സമയം ഇതോടൊപ്പം നടക്കുമെന്നുള്ളതാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി അജണ്ടയാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ NDAയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു തീരുമാനം നിതീഷ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ തന്നെ ധാരണയാകും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. RJD ക്യാമ്പിലും ചർച്ചകൾ ഏറെ സജീവമാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് ഈ അപ്രതീക്ഷിത നീക്കങ്ങൾ, പ്രധാനമായും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. 19 അംഗങ്ങളിൽ 5 പേർ മാത്രമാണ് പൂർണിയയിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് തന്നെയാണ് നിരീക്ഷകനായി ഭൂപേഷ് ബാഗേലിനെ സംസ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസിന്റെ യോഗവും ചേരുന്നുണ്ട്. ഈ മഹാസഖ്യ സർക്കാരിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനായുള്ള അവസാന ശ്രമത്തിലാണ് RJD നിലവിലുള്ളത്. ബൽറാം, ഈ JDUവിൽ ഒരു വിഭാഗം നിതീഷ് കുമാറിന് എതിർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ബൽറാം പറഞ്ഞല്ലോ. ഇവരെ അടർത്തിയെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ തുടർ നീക്കങ്ങൾക്ക് RJDക്കും കോൺഗ്രസിനുമൊക്കെ എത്രത്തോളം സാധ്യമാണ്?
വേണു, അത്തരത്തിൽ ഒരു ആശയവിനിമയം JDU-വിലെ ഒരു വിഭാഗത്തോട് കഴിഞ്ഞ ദിവസം RJD അവകാശപ്പെട്ട സംഖ്യ എന്നുള്ളത് 16 MLA-മാർ JDU MLA-മാർ തങ്ങളോടൊപ്പമുണ്ട്. ഈ 16 പേരും കഴിഞ്ഞ ദിവസം ഇന്നലെ നിതീഷ് കുമാർ വിളിച്ചു ചേർത്ത അനൗപചാരിക യോഗത്തിൽ 2 യോഗം ചേർന്നിരുന്നു. ഇന്നലെ രാവിലെയും വൈകിട്ടുമായി 2 യോഗങ്ങൾ ചേർന്നിരുന്നു. ഇതിൽ 2-ലും എത്തിയില്ല എന്നുള്ളതാണ്. ഇതാണ് നിതീഷ് കുമാർ വൈകിട്ട് 7 മണിക്ക് വിളിച്ച യോഗത്തിന് ശേഷം രാജി സമർപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും അത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം തന്നോടൊപ്പമുള്ള അല്ലെങ്കിൽ JDU-വിന്റെ മുഴുവൻ അംഗങ്ങളും തനിക്കൊപ്പമില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ഔപചാരികമായ യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് വിളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ചാണെങ്കിൽ RJD-യുടെ അവകാശവാദങ്ങൾ ശരിവെക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ BJP ദേശീയ നേതൃത്വത്തിന്റെ വലിയ പിന്തുണയോടെയാണ് നിതീഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒപ്പം നിൽക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന JDU-വിന്റെ MLA-മാർക്ക് ഒപ്പം BJP-യുടെ ചില യാദവ MLA-മാരും തങ്ങൾക്ക് പിന്തുണയുണ്ട് എന്ന് RJD അവകാശപ്പെട്ടിരുന്നു. അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ സർക്കാർ രൂപീകരിക്കും എന്നുള്ള അവർക്ക് മുന്നിലെങ്കിലും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ സംഖ്യ പ്രദർശിപ്പിക്കാൻ RJD-ക്ക് കഴിയും എങ്കിൽ തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം അത്രത്തോളം കലങ്ങി നിൽക്കുന്നുണ്ട് നിലവിലെ ബീഹാർ രാഷ്ട്രീയത്തിലെ സാഹചര്യം എന്നുള്ളതാണ്. JDU-വിലെ ഒരു വിഭാഗത്തെ തങ്ങളോടൊപ്പം എന്ന് RJD അവകാശപ്പെടുന്നു. BJP-യിലെ ചിലർ തങ്ങൾക്ക് പിന്തുണയ്ക്കും എന്നും അവകാശപ്പെടുമ്പോൾ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശവാദവുമായി BJP-യും 2-ൽ കൂടുതൽ പേർ തങ്ങൾക്ക് പിന്തുണയുണ്ട് എന്ന അവകാശവാദവുമായി JDU-വും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യങ്ങളെ ഏറെ സങ്കീർണമാക്കിയത്. ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യം തന്നെയാണ് നിതീഷ് കുമാറിനെ ഈ തരത്തിലേക്ക് അതീവ നാടകീയമായ നീക്കങ്ങൾ നടത്താനും വീണ്ടും NDA പാളയത്തിലേക്ക് മടങ്ങിയെത്താനുമുള്ള നീക്കത്തിന് ഊർജം നൽകിയിരിക്കുന്നതും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് ബീഹാറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ സഖ്യം തകർന്ന സാഹചര്യത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. 2 പ്രധാന നേതാക്കൾ ദേശീയ തലത്തിൽ തന്നെ പ്രബലരായ 2 പ്രധാന നേതാക്കൾ സഖ്യം ഉപേക്ഷിച്ചിരിക്കുന്നു അടുത്തടുത്ത ദിവസങ്ങളിൽ എന്ന് അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ചോർത്തുന്ന ഒന്ന് തന്നെയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത്. ഭാരത് ജോഡോ ന്യായ് യാത്രയും വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രതിരോധത്തിലാണ് എന്ന് തന്നെയാണ് നിതീഷ് കുമാർ സഖ്യം ഉപേക്ഷിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പോലും കോൺഗ്രസിൽ നിന്നുണ്ടായ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവഹേളനം തന്നെയാണ് ഈ സഖ്യം ഉപേക്ഷിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചതും പ്രകോപനമുണ്ടാക്കിയതും അദ്ദേഹമാണ് എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലും മുന്നിൽ നിൽക്കുമ്പോൾ അത് കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ദേശീയ തലത്തിലും വരുന്ന മണിക്കൂറുകൾ ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളും അതിനായുള്ള മറ്റ് ക്രമീകരണങ്ങൾ മറ്റ് സജ്ജീകരണങ്ങൾ ഔദ്യോഗിക ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിനാവശ്യമായ നിർദ്ദേശം BJP ദേശീയ നേതൃത്വം തന്നെ ഗവർണർക്ക് നൽകിയിട്ടുണ്ട് എന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പാറ്റ്നയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ രാഷ്ട്രീയ നാടകം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് തന്നെ BJP പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. ഈ വാർത്തയിലേക്കും അതിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.